നമസ്കാരം. കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വയനാട് ദുരന്തം അതിനിപ്പോൾ അതിൻ്റെ വ്യാപ്തിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. കാരണം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ഇപ്പോൾ വയനാട് സംഭവിച്ചിട്ടുള്ളത്. നിരവധി ആളുകളാണിപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ സ്വത്തുവകകൾ, ജീവിച്ചിരിക്കുന്നവരുടെ സ്വത്തുവകകൾ എല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേറെ സമ്മർദ്ദത്തിൽ നിൽക്കുന്ന ആളുകളുടെ നടുവിലേക്ക് വീണ്ടും സമ്മർദ്ദത്തിലേക്ക് ആക്കാൻ വേണ്ടി ചില ആളുകൾ കടന്നു വരുന്നുണ്ട്. അതാരാണെന്നല്ലേ? നമ്മുടെ ഫിനാൻസ് കമ്പനികൾ, മാസത്തിലെ ആദ്യ ആഴ്ചകളിൽ തല പൊക്കുന്ന ചില ബ്ലേഡ് കമ്പനികൾ, അങ്ങനെ വേണം പറയാനായിട്ട്. മാസത്തിലെ ഒരു അടവ് തെറ്റിക്കഴിഞ്ഞാൽ ഹറാസ് ചെയ്ത് കാശ് വാങ്ങുന്ന ചില ഫിനാൻസ് കമ്പനികൾ, അതാണ് ഇപ്പോൾ ചില ആളുകളെ സമ്മർദ്ദത്തിലാക്കിയിട്ടുള്ളത്. കാരണം അവരുടെ സ്വത്തുവകകളൊക്കെ നശിച്ചിരിക്കുകയാണ്. വീടില്ല, ഉറ്റവരില്ല, ഉടയവരില്ല, അങ്ങനെ ഒറ്റപ്പെട്ടു പോയൊരു നിരവധിയാണ്. അവർക്കിടയിലേക്ക് നിങ്ങളുടെ EMI ഡേറ്റ് ആയിട്ടുണ്ട്, ആ ഡേറ്റിൽ നിങ്ങൾ കാശ് അടയ്ക്കണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഫിനാൻസ് കമ്പനികളുടെ പേരൊന്നും പറയുന്നില്ല, ഒരുപാടുണ്ടല്ലോ, ഒരുപാട്. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്ത ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ജനീഷിന് ക്യാമ്പിൽ കഴിയുന്ന ഘട്ടത്തിൽ ഉണ്ടായൊരു ദുരനുഭവം പറയാനാണല്ലോ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. എന്താണ് സംഭവം, പറയൂ. ദുരനുഭവമല്ല, ഞങ്ങളുടെ അവസ്ഥ അതായത് നമ്മളൊക്കെ ഇവിടെ പിന്നെ ആൾക്കാർ പകുതി വരും ഈ ആലേക്ക് ജീവിക്കുന്ന. അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടേക്ക് EMI ഉണ്ടല്ലോ, നമ്മൾ ബാങ്കിൽ നിന്നുള്ള അളവൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർ വിളിച്ച് ചോദിച്ചവര് നിങ്ങൾ സേഫ് ആണോ ചോദിച്ചു. അപ്പോൾ ഓക്കെ, ഞാൻ സേഫ് ആണെന്ന് പറഞ്ഞു. അപ്പൊ സേഫ് ആണ് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഓക്കെ നിങ്ങൾ സേഫ് അല്ലേ. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, പിന്നെ നിങ്ങൾ EMI പെൻഡിങ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ആ പൈസ അടയ്ക്കണം. ഞങ്ങൾ പ്ലെയേഴ്സ് അപ്പോൾ ഈ ഇതുപോലെ നമ്മൾ പെട്ടെടുക്കാറപ്പോൾ അവർ പറഞ്ഞല്ലോ ഓക്കെ നിങ്ങളിപ്പോൾ സേഫ് ആണല്ലോ, എങ്ങനെയെങ്കിലും ആ പൈസ ഒന്ന് അടയ്ക്കണം, അല്ലെങ്കിൽ അടുത്ത മാസം ബൗൺസ് ആവും പറയും. ഞങ്ങൾ ആലോചിച്ചോട്ടെ, ഇപ്പൊ ഇപ്പൊ ഞാനിപ്പോ പൈസ വാങ്ങണം, ഇപ്പൊ എന്റെ അടവ് ഞാൻ അടയ്ക്കും, എനിക്കൊന്നും വേണം, ഞാൻ അടച്ചോളാം, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ പിന്നീടും അടച്ചോളാം. പക്ഷേ ഈ ഞാൻ കടം വാങ്ങണമെങ്കിൽ ഇപ്പൊ എന്റെ മൺമറഞ്ഞു പോയ എന്റെ അവരെ വിളിച്ച് വേണം എനിക്ക് പൈസ വാങ്ങണമെങ്കിൽ, കടം വാങ്ങണമെങ്കിൽ. അപ്പൊ ഇപ്പൊ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇതുപോലെ ഈ സമയത്ത് ഇതുപോലെ ഫൈനാൻസിന്റെ പേരൊന്നും പറയുന്നില്ല, ഇത്രയും ഫൈനാൻസുകൾ ഒരിക്കലും ഞങ്ങളെ വിളിച്ചിട്ട് ഈ പറഞ്ഞ ഞങ്ങൾ ലൊക്കേഷൻ അയച്ച് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല മാഡം. ഒരു അവസ്ഥയാണ് ഞങ്ങളത്. ഇത് മനസ്സിലായി, ക്രൂരമാണ് ആ പ്രതികരണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ജനീഷ്. ഞാൻ അടച്ചോളാം, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ എന്താ അടച്ചേ നിൽക്കുള്ളൂ. കാരണം അത് ഞങ്ങൾ ചെയ്യും. കാരണം നമ്മളെ പോലെ എല്ലാ ആൾക്കാരും നമുക്ക് വേണ്ടി ഭക്ഷണവും എല്ലാ സാധനവും എത്തിച്ചു തരുന്നുണ്ട്. പക്ഷെ അത് ഭക്ഷണം വേണോ എന്ന് ചോദിച്ച ഒരാളും വിളിച്ചില്ല, മനസ്സിലായോ? അപ്പൊ വേറെ ഉണ്ട്, ഇത് പ്രതികരണം വരെ വികാരമായിട്ട് പൈസയ്ക്ക് ഒന്നുമില്ല. ഈ പൈസ ഞാൻ അടയ്ക്കും, ജീവിച്ചിരിപ്പോൾ ഞാൻ അടയ്ക്കും. പക്ഷെ അല്ലാത്തവർക്ക് വിളിച്ചിട്ട് ഇതുപോലെ ജീവിച്ചിരിക്കുന്നവരെ വിളിച്ചിട്ട് ചോദിക്കാൻ പാടാത്ത ചോദ്യമാണ്. ഈ ലൊക്കേഷനിലുള്ള നമ്മൾ വിളിച്ച് ചോദിക്കാൻ പാടില്ല. പക്ഷെ എന്ന് വെച്ചോ ഇത് ഈ പറഞ്ഞ ഞങ്ങൾ എല്ലാ ഈ പ്രദേശവാസികൾ എങ്ങനെ പൈസ ഞങ്ങൾ ഫണ്ട് ശേഖരിച്ചോ അല്ലെ അതിനൊന്ന് കൊടുക്കും ഞങ്ങൾ ഉറപ്പായിട്ടും. പക്ഷെ ഒരിക്കലും ഒരു ഫൈനാൻസും വിളിച്ച് ഞങ്ങളെ വിളിച്ച് ചോദിക്കാൻ പാടില്ല നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പൈസ അടയ്ക്കുക എന്ന് പറയുന്നത് വളരെ മാഡം ഞങ്ങൾക്ക് കേൾക്കുമ്പോണ്ടല്ലോ. അത് ഞാനിപ്പോ എനിക്ക് പറഞ്ഞേ ഞാൻ അടയ്ക്കുമത് ഞാൻ ചെയ്യും. നമ്മളെ പറ്റില്ല കൂടപ്പുറപ്പൊക്കെ പോയി കിടക്കുക, എനിക്ക് അവരോട് പൈസ ചോദിക്കാൻ പാടില്ല. പക്ഷെ പൈസ അല്ല, ഇതൊക്കെ ഈ ക്യാമ്പിലുള്ള ഒരു അനുഭവം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെട്ടേ പറ്റൂ. കാരണം ആ ഒരു ലൊക്കേഷനിൽ താമസിച്ച ആളുകളുടെ അടുത്ത് അവരെ വിളിച്ച് EMI അടയ്ക്കണമെന്ന് പറയുന്നത് മഹാ പോക്രിത്തരം, മഹാ തെണ്ടിത്തരം എന്ന് തന്നെ വേണം പറയാനായിട്ട്. അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് തിരിച്ചടച്ചിരിക്കും. പക്ഷെ അതിന് സാവകാശം കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു അനുഭവം പങ്കുവെച്ച ആ വ്യക്തി പറയുന്നുണ്ടായി, പുള്ളിയുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, കടം മേടിക്കണമെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ അവരും ചിലരിൽ ജീവിച്ചിരിപ്പില്ല. അതാണ് സത്യം. അവരെ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾ ഏകദേശം 480, ഏകദേശം 500-നടുത്ത് ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം, അത് നിസ്സാര സംഭവമല്ല. ബ്ലേഡ് കമ്പനികൾക്ക് ഇതൊരു എന്താ പറയുക, അവർക്ക് മാസത്തെ ടാർഗറ്റ് ഒപ്പിക്കണം, അതിനുള്ള തത്രപ്പാട്. ഈ ഒരു ഡിസാസ്റ്റർ മേഖലയിൽ നിന്ന് വിട്ടിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പിരിക്കുക, തരാത്തവരെ ഇവരെ ഒഴിവാക്കുക. ഇവർ തിരിച്ചടയ്ക്കും, അതിനൊരു സാവകാശം കൊടുക്കണം.
അതിന് ആദ്യം ഇടപെടേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റാണ് ഈ ഒരു കാര്യത്തിൽ. ഇവരെ വിളിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളൊന്നും പാടില്ല. ശരിയാണ്, ഇവരുടെ ആവശ്യങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ ഫിനാൻസ് കമ്പനികളിൽ നിന്നും ഈ ഒരു സേവനം എടുത്തിട്ടുള്ളത്. പക്ഷേ സിറ്റുവേഷൻ എന്ന് പറയുന്നൊരു സാധനം അത് മനസ്സിലാക്കണം. ഉറ്റവരോ ഉടയവരോ ഒന്നുമില്ല, അവർ സമ്പാദിച്ച സ്വത്തുക്കളില്ല, വീടില്ല. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ കോൾ സെൻറ്ററിൽ നിന്നും വിളിക്കുന്ന വ്യക്തികൾ അവരവരുടെ ജോലി മാത്രമാണ് ചെയ്യുന്നത്. അവർക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ മേലിലിരിക്കുന്ന ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇല്ലേ? നിങ്ങൾക്കൊരു മാസത്തെ EMI നഷ്ടപ്പെട്ട എന്ത് നഷ്ടമാണ് ഈ ഒരു കമ്പനിക്ക് ഉണ്ടാവാൻ പോണത്? ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച വീടും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടതിന് അത്ര ഒന്നും വരത്തില്ലല്ലോ നിങ്ങൾക്ക്, അല്ലേ? ആ വ്യക്തി എന്താ പറയുന്നത്? ഞാൻ EMI അടയ്ക്കും, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ അടയ്ക്കും. പക്ഷേ സാവകാശം എന്ന് പറയുന്ന ആ ഒരു കാലാവധി കൊടുക്കണം. ഒരു 2-3 മാസത്തെ കാലാവധിയെങ്കിലും കൊടുത്തേ പറ്റൂ. ഇതൊരു ഡിസാസ്റ്ററാണ് അവിടെ നടന്നിട്ടുള്ളത്. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് ഈ ബ്ലേഡ് കമ്പനികൾ അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻസ് കമ്പനികൾ ഇത്തരത്തിൽ ചോദിക്കുമ്പോൾ അത് മഹാപോക്രിത്തരം, മഹാതെണ്ടിത്തരം എന്നേ പറയാനുള്ളൂ, ഇല്ലേ? ഇനി ദിവസങ്ങൾ കഴിയുമ്പോൾ സംസാരങ്ങളിൽ വ്യത്യാസമുണ്ടാകും. ദിവസങ്ങൾ ചെല്ലുന്തോറും സംസാരങ്ങളിൽ വ്യത്യാസമുണ്ടാവും. പിന്നെ അത് ഭീഷണിയാവും. ഇവരെയൊക്കെ എന്ത് ഭീഷണിപ്പെടുത്താനാണ്? അതുകൊണ്ട് ഫിനാൻസ് കമ്പനികൾക്ക് മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനം ബാക്കിയുണ്ടെങ്കിൽ ഇത്തരം ആളുകളെ വിളിച്ച് അവരെ വീണ്ടും സമ്മർദ്ദത്തിലാക്കരുത് എന്നേ പറയാനുള്ളൂ. ഗവൺമെൻറ് ഇത് കണ്ണ് തുറന്ന് കണ്ട് ഇതിന് വേണ്ട നടപടി എടുക്കണം. എനിക്കത്ര പറയാനുള്ളൂ, നടപടി എടുക്കണം. അല്ലെങ്കിൽ ആളുകൾ ഇനി വേറെ വല്ല മൈൻഡ് സെറ്റിലേക്ക് പോകും. ഇപ്പോൾ തന്നെ അവർ എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അതിൻ്റെ മുന്നിലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ കടന്നു വരുമ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്ന മാനസിക അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ, വേണ്ടേ? അല്ലെങ്കിൽ ഇനി ഗവൺമെൻറ് ഇതിൽ ഗവൺമെൻറ് ഇടപെട്ടേ പറ്റൂ. ഈ ബാധിക്കപ്പെട്ടവരെ ഇത്തരം ഈ EMI അതുപോലുള്ള ലോണുകൾ കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ച് നാൾ സാവകാശം കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഗവൺമെൻറ് ഇടപെട്ടേ പറ്റൂ. ഇതൊരു അപേക്ഷയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.